ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലെ പ്രതിഭകളെ ആദരിക്കുന്ന വിജയ് ദീപ്തി 2026 അനുമോദന സമ്മേളനം നടന്നു. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ രാമചന്ദ്രൻ PS അധ്യക്ഷത വഹിച്ചു. MGR യൂണിവേഴ്സിറ്റി MSc വിഭാഗത്തിൽ 1ാം റാങ്ക് നേടിയ പൂർവ്വ വിദ്യാർത്ഥിനി മാളവിക TS ചടങ്ങിൽ ആദരിച്ചു. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിസ്മയ് PV, രാജലക്ഷ്മി K, ജ്യോതിക CA എന്നിവരെയും വിവിധ വിഷയങ്ങളിൽ 100-ൽ 100 മാർക്ക് നേടി ദേശീയ തലത്തിൽ തിളങ്ങിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. കുട്ടികളുടെ ഈ മുന്നേറ്റത്തിന് വഴികാട്ടികളായ അധ്യാപകർക്ക് പ്രത്യേക ആദരവും ഉന്നത വിജയം നേടിയ മറ്റ് വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡുകളും ട്രോഫികളും വിതരണം ചെയ്തു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് M. വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പാൾ ബിന്ദു C, വൈസ് പ്രിൻസിപ്പാൾ ബിന്ദിയ സുഭാഷ്, ചന്ദ്രബോസ്, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡ് മെമ്പർ ഉഷ സുകുമാരൻ, ദീനദയാൽ ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം ബാബുരാജൻ കാക്കനാട്ട്, മുൻ പ്രിൻസിപ്പാൾ വിജയം TR, ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി IA മോഹനൻ, സ്കൂൾ ക്ഷേമസമിതി പ്രസിഡന്റ് ബിനോജ് KA, മാതൃഭാരതി പ്രസിഡന്റ് ബിൻഷ എന്നിവർ സംസാരിച്ചു. ഇത് വിജയ ദിവസമായാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. മിടുക്കന്മാരായ കുട്ടികളെല്ലാവരെയും നമ്മളിന്ന് അനുമോദിക്കുന്നു. ഇവിടെ ഒരുപാട് സമ്മാനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഓരോ സമ്മാനം ഉണ്ടെന്ന് തോന്നുന്നു. അത്രയ്ക്കധികം സമ്മാനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ തെറ്റുമില്ല. ഓരോ കുട്ടിയും മിടുക്കനാണ്. ഓരോ ആൺകുട്ടിയും പെൺകുട്ടിയും മിടുക്കന്മാരാണ്. 100 മാർക്കിൽ കൂടുതൽ കിട്ടാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ തൊട്ടുതാഴെ മാർക്ക് കിട്ടിയ ആളുകളാണ് ഇവരെല്ലാവരും എന്നും എനിക്കറിയാം. അതിനെ തന്നെ ഇത്രയും നല്ല മാർക്ക് ഓർമ്മിച്ച മിടുക്കന്മാരായ എല്ലാ കുട്ടികളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതിന് കാരണക്കാര് എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ അടുത്തിരിക്കുന്ന പ്രിൻസിപ്പൽ അടക്കമുള്ള അധ്യാപകന്മാരാണ്. തീർച്ചയായിട്ടും അവരുടെ ശ്രമം കൊണ്ട് മാത്രമാണ് ഈ കുട്ടികളെ ഇത്രയും മിടുക്കന്മാരും മിടുക്കികളുമാക്കി മാറ്റുന്നത്. നമുക്കറിയാം, വീട്ടിൽ നിന്ന് വരുമ്പോൾ അക്ഷരം പോലും അറിയാത്ത ആളുകളെ നിങ്ങൾ വിദ്വാൻമാരും വിദുഷികളുമായി മാറ്റുന്നത് ഒരു മഹാമന്ത്രജാലമാണ് ഈ സ്ഥാപനത്തിൽ നടക്കുന്നത്.